ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓരോ സെപ്പറേറ്റ് വർക്കുകൾക്കും സെപ്പറേറ്റ് നേച്ചറുള്ള വർക്കുകളിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഓട്ടോമൊബൈൽ ഗ്യാരേജസ്, പ്രിൻറ്റിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കുകൾ. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യേണ്ടുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ടെൻഡറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുന്നു. ഓർഡർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു എൻക്വയറി വരികയാണ്. ആ എൻക്വയറിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. എൻക്വയറി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് നമുക്കൊരു എൻക്വയറി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത് വേണ്ട പരിശോധനകളൊക്കെ നടത്തി മെഷർമെൻറ്റ്സൊക്കെ എടുത്ത് അതിനെന്ത് കോസ്റ്റ് വരും എന്ന് കണക്കാക്കുന്നു. അപ്പോൾ അത് നേരത്തെ ചെയ്ത വർക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ് എന്തൊക്കെയാണ്? വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഒരുപാട് കൂടും. നമ്മുടെ പോയിൻ്റ് അതൊന്നല്ല, കോസ്റ്റ് കൂടുകയോ കുറയോ അതൊന്നല്ല. നമ്മുടെ പോയിൻ്റ് അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം അതർ വർക്ക്സ്. അതാണ് നമ്മുടെ പോയിൻ്റ്. അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. ആദ്യം എൻക്വയറി വരുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊട്ടേഷൻ സെറ്റ് ചെയ്യുന്നു, കൊട്ടേഷൻ ഫോർവേഡ് ചെയ്യുന്നു. കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൊട്ടേഷൻ അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിനുള്ള ഓർഡർ നമുക്ക് കിട്ടുന്നു. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓർഡർ ഇടുന്നു. പ്രൊഡക്ഷൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് തുടങ്ങിക്കോളൂ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ടെക്നീഷ്യൻസ് അവിടെ പോയി മെഷർ ചെയ്ത് വാങ്ങിക്കേണ്ട ഐറ്റംസൊക്കെ ലിസ്റ്റ് വന്ന് വാങ്ങി പ്രൊഡക്ഷൻ തുടങ്ങുന്നു. ദെൻ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നു. ഇത്രയും അടങ്ങുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വർക്ക് ചെയ്ത് പോകും. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കോസ്റ്റ് ഷീറ്റിലല്ലാതെ തന്നെ നമ്മൾ പല കേസുകളിലും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ പഠിച്ചിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റിങ്ങിൽ ചില ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ അങ്ങനെ എഴുതി പോവുക, ഫാക്ടറി കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെ എഴുതി പോയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 1-2 ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ നമുക്കിത് അധികം വലിയ ചാപ്റ്റർ അല്ല, കുറച്ചേ ഉള്ളൂ, പോർഷൻസ് കുറച്ചേ ഉള്ളൂ. മാത്രമല്ല അത്ര വലിയ ഇമ്പോർട്ടൻസും ഇല്ല. എങ്കിലും എന്താണ്, ഒന്ന് മാറി ചോദിച്ചാൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1-2 ടൈപ്പ് കൂടി ചെയ്ത് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 178 ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The following information is extracted from the job ledger in respect of job number 202. ഈ 202 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്, അതിന് വലിയ പ്രാധാന്യമില്ല. താഴെ മെറ്റീരിയൽസ് ₹6,800, wages
80 hours at the rate of ₹5 per hour. 80 മണിക്കൂർ 5 രൂപയിൽ. വേരിയബിൾ ഓവർഹെഡ്സ് ഇൻകേർഡ് ഫോർ ഓൾ ജോബ്സ് ഈസ് 10,000 ഫോർ 4,000 ലേബർ അവേഴ്സ്. 4000 മണിക്കൂറിന് 10,000 രൂപ. അതെല്ലാ ജോബിനും അങ്ങനെയാണ്, എല്ലാ ജോബിനും സെയിമാണ്. Find the profit if the job is billed for ₹8,400. 8,400 രൂപയാണ് നമ്മൾ ഫൈനൽ ബില്ല് ഇടുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? ഫൈനൽ ബില്ല് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് പോലെയാണ് കേട്ടോ. അത്ര വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇതിൽ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റീരിയൽസ് 6,800. ഇനി വേജസ് തന്നിട്ടുണ്ട്. വേജസ് നമുക്ക് തന്നിട്ടുള്ളത് 80 മണിക്കൂറാണ്. 1 മണിക്കൂറിന് 5 per hour. എൺപത് മണിക്കൂർ 1 മണിക്കൂറിന് 5 രൂപ, അപ്പോൾ 400. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ടോ നോക്കുക. ഇല്ല. ഇനി നമുക്കിതിവിടെ വേരിയബിൾ ഓവർഹെഡ്സ് എന്നുള്ളൊരു ഐറ്റം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സ് അങ്ങനെയൊന്നും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്ത് വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. അപ്പോൾ അത് ആദ്യം എഴുതി വയ്ക്കാം, എന്നിട്ട് നോക്കാം. വേരിയബിൾ ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുള്ള ഇങ്ങനെയാണ്. വേരിയബിൾ ഓവർഹെഡ്സ് ഇൻകേർഡ് ഫോർ ഓൾ ജോബ്സ് ഈസ് ₹10,000 ഫോർ 4,000 ലേബർ അവേഴ്സ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മണിക്കൂറിനും കൂടി വന്നിട്ടുള്ളത് 10,000 രൂപയാണ്. അപ്പോൾ എല്ലാ ജോബും അതിൽ പെട്ടു അല്ലേ? എല്ലാ ജോബിനും, അപ്പോൾ എല്ലാ മണിക്കൂറും എല്ലാ വർക്കിംഗ് അവേഴ്സിനും 10,000 രൂപയാണ്. മാത്രമല്ല ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട് 4,000 അവേഴ്സാണ് അല്ലേ? അപ്പോൾ 1 മണിക്കൂറിൻ്റെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ₹10,000 ആണത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുത്തത് തന്നെ. ഇതിനെ എന്ത് ചെയ്താൽ മതി? 4,000 അവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റുപ്പീസെന്നും അവേഴ്സെന്നൊക്കെ എഴുതിയതിട്ടാ. അപ്പോൾ 1 മണിക്കൂറിൻ്റെ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മുടെ ഈ ജോബിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതാണല്ലോ നേരത്തെ നമ്മൾ ജോബ് കോസ്റ്റിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി വായിക്കുമ്പോൾ പറഞ്ഞല്ലോ. അതായത് ഓരോ ജോബിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ എന്താണ്? ഈ ജോബിൻ്റെ വർക്കിംഗ് അവേഴ്സ് മുകളിലുണ്ട്. അതായത് ഇവിടെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പക്ഷേ വേജസ് 80 അവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഇവിടെ അത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 10,000 രൂപയാണ്, 4,000 അവേഴ്സാണ്. നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 80. അപ്പോൾ എത്ര വരും? 200. ഇനി വേറെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. $7,400. വേറെ എക്സ്പെൻസസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഇഫ് ദ ജോബ് ഈസ് ബിൽഡ് ഫോർ ₹8,400. അപ്പോൾ ബിൽഡ് ഫോർ ₹8,400 എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് റേറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബില്ലിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സാധാരണ സെയിൽസ് പ്രൈസ് പോലെ. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതുന്നതിന് പകരം ബിൽ റേറ്റ് ഞാനിവിടെ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് പ്രൈസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും സെയിൽസ് എന്ന് എഴുതിയാലും മതി. സെയിൽസ് എത്രയാണ്? 8,400. 8,400 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? 1000 രൂപ. 1000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. എത്രയാണ്? 1000 രൂപ. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 179 ഇല്ലസ്ട്രേഷൻ 5 ആണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ജോബ് നമ്പർ 420 which is being produced at the request of a customer. 420 ആണ് ജോബ് നമ്പർ. അത് ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 3000, ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 2000, ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 1500. ഞാനങ്ങനെ ഓരോന്നും വായിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഇനി ഡയറക്റ്റ് ലേബർ തന്നിട്ടുണ്ട്, വേജ് റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ അവേഴ്സ് തന്നിട്ടുണ്ട്. ഇൻ അക്കോർഡൻസ് വിത്ത് കമ്പനി പോളിസി ദ ഫോളോയിങ് ആർ ചാർജബിൾ ടു ജോബ്സ്. അത് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ₹5 പെർ ഡയറക്റ്റ് ലേബർ അവർ. ഫിക്സഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 80% ഓഫ് വർക്ക്സ് കോസ്റ്റ്. പ്രോഫിറ്റ് മേക്കപ്പ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. റിക്വയർഡ് എന്താണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് നമ്പർ 420. 420 കോസ്റ്റും സെല്ലിംഗ് പ്രൈസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാമിനേഷനൊക്കെ വരികയാണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ കണ്ടിട്ടുള്ളത് തെറ്റിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരേ പോയിൻ്റാണ്, പക്ഷേ ഒരു 3 ഐറ്റമൊക്കെ തരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എ, ഡിപ്പാർട്ട്മെൻറ്റ് ബി, ഡിപ്പാർട്ട്മെൻറ്റ് സി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷനായിട്ട് അത് തെറ്റിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ചെയ്യാൻ വിചാരിച്ചത് അതുകൊണ്ടാണ്. 2, assume that shortly after the job is completed the original customer goes bankrupt and the job is not delivered. മനസ്സിലായല്ലോ? ഈ ജോബ് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയ അപ്പം തന്നെ നമുക്ക് ഓർഡർ തന്ന ആൾ പാപ്പരായി. മനസ്സിലായല്ലോ? നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. The only other possible customer is prepared to pay ₹12,000. മറ്റൊരാൾ ഇത് ഓക്കെയാണ്, ഇതെടുക്കാൻ തയ്യാറാണ്, പക്ഷേ അയാൾ 12,000 രൂപയെ തരുള്ളൂ. ബ്രീഫ്ലി ഇൻഡിക്കേറ്റ് വിത്ത് റീസൺസ് വെദർ യു വുഡ് ആക്സെപ്റ്റ് ദ ഓഫർ ഓഫ് ₹12,000. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 12,000 രൂപയ്ക്ക് നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചുരുക്കി പറയണം. 12,000 രൂപയ്ക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ നഷ്ടമില്ലെങ്കിൽ പറ്റും. എന്താ കാരണം? നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ്. നഷ്ടം വരികയാണെങ്കിൽ പറ്റില്ല. നഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യാം? 12,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത് പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 12,000 രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധാരണ ആൻസറാണ് അല്ലേ. ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞു, അത് നഷ്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും ഏറ്റവും മിനിമം നമുക്ക് ആക്രിക്കടയിൽ കൊടുത്താൽ അല്ലെങ്കിൽ സ്ക്രാപ്പിന് വിറ്റാൽ പോലും പൈസ കിട്ടില്ല. അപ്പോൾ കിട്ടിയ പൈസയ്ക്ക് അത് വിൽക്കാമെന്നുള്ളൊരു സജഷൻ കൂടിയുണ്ട്. ആ സജഷനാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരിക കേട്ടോ. എന്തായാലും നോക്കാം, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ജോബ് നമ്പർ 420 ആണ്. ഇതും ഒരു സാധാരണ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ എല്ലാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി, സി. ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 3000, അടുത്ത 2000, അടുത്ത 1500.
1500. അഞ്ച് 6500. അപ്പോൾ മെറ്റീരിയൽ കഴിഞ്ഞു. അടുത്തത് ഡയറക്റ്റ് ലേബർ. A, B, C. ഡയറക്റ്റ് ലേബറിനെ ലേബർ അവേഴ്സ് തന്നിട്ടുണ്ട്, റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട്. ആദ്യത്തേന് 400 × 4, രണ്ടാമത്തേതിന് 300 × 3, മൂന്നാമത്തേന് 300 × 5, മൂന്ന് 4 4000. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല, പ്രൊഡക്ഷൻ ഓവർഹെഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൈം കോസ്റ്റ് കാണാം. $500, പ്രൈം കോസ്റ്റ്. ഇനി ഇതിനോടുകൂടി ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡാണ് വരിക. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇതിനോടുകൂടി പ്രൊഡക്ഷൻ ഓവർഹെഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പേരിനെ എഴുതിയാൽ മതി. പ്രൊഡക്ഷൻ ഓവർഹെഡ് പറഞ്ഞിട്ടുള്ളത് ₹5 per ഡയറക്റ്റ് ലേബർ അവറാണ്. ഡയറക്റ്റ് ലേബർ അവർ 4 3 7 3 10. അപ്പോൾ 1000 മണിക്കൂർ × 5 രൂപ, 5000. വേറൊന്നും പറഞ്ഞിട്ടില്ല. $15,500. അതിനെയാണ് നമ്മൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത് ആഡ് ചെയ്യാം. ആഡ് OHS എഴുതിയാൽ മതി. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പറഞ്ഞിട്ടുള്ളത് 80% ഓഫ് വർക്ക്സ് കോസ്റ്റ് ആണ്. അപ്പോൾ വർക്ക്സ് കോസ്റ്റ് 15,500 ഇൻറ്റു 80/100. 80%. ഡയറക്റ്റ് അപ്പുറത്തേക്ക് എഴുതാം. 12,400.
ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി വേറെ എക്സ്പെൻസ് ഒന്നുമില്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇത് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. ഉണ്ടോ? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആണോ ഇതാണോ നോക്കുക. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജോബ് നമ്പർ എന്നാണ് പറഞ്ഞത്. നമ്പർ 420 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ പ്രോഫിറ്റ് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് ഇവിടെ വരച്ചു. ഇനി പ്രോഫിറ്റ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്, ദാറ്റ് ഈസ് 20% എന്ന് പറയുമ്പോൾ 1/5, ദാറ്റ് ഈസ് 1/5 ഓർ 1/4 ഓൺ കോസ്റ്റ്. അല്ലേ? കോസ്റ്റ് 27,900 ഇൻറ്റു 1/4. അപ്പോൾ എത്ര വരും? പ്രോഫിറ്റ് 6,975, 69,75, 6,975. അത് പ്രോഫിറ്റാണ്. അത് ആഡ് ചെയ്ത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇവിടെ 5, 7, 34,875. ഡബിൾ ലൈൻ ചെയ്യാം. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പാറ്റേൺ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഒരു സാധാരണ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 180 ഇല്ലസ്ട്രേഷൻ 6 ആണ്. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ ഫാക്ടറി ഫോർ ദ ഇയർ എൻഡഡ് 31st December 2019. 2 തന്നിട്ടുണ്ട്. കംപ്ലീറ്റഡ് ജോബ്സും തന്നിട്ടുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്സും. 2 ഹെഡ് വലത് ഭാഗത്ത് തന്നിട്ടുണ്ട്. ഇനി താഴെ റോ മെറ്റീരിയൽ സപ്ലൈഡ് ഫ്രം സ്റ്റോഴ്സ്, കംപ്ലീറ്റഡ് ജോബ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും എമൗണ്ട് തന്നിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, കാരണം എമൗണ്ട് വായിക്കുന്നതിന് വലിയ പ്രാധാന്യമില്ലല്ലോ. നമുക്ക് എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അത് വായിക്കുന്നത് ഏതെങ്കിലും ഒരു എമൗണ്ട് അത്രയല്ലേ ഉള്ളൂ. വേജസ് തന്നിട്ടുണ്ട്, ചാർജബിൾ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ തന്നിട്ടുണ്ട്. ഇനി താഴെ ഫാക്ടറി ഓവർഹെഡ് ഈസ് 80% ഓഫ് വേജസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈസ് 25% ഓഫ് ഫാക്ടറി കോസ്റ്റ്. The value of the executed jobs during 2019 was rupees 3,80,000. Prepare consolidated completed jobs account showing the profit made or loss incurred on the jobs. നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടാണ് വ്യത്യാസമുണ്ട്. നേരത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഇവിടെ അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 കൺസോളിഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. അപ്പോൾ ജോബ് അക്കൗണ്ടും വേണം, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും വേണം. അപ്പോൾ ഇതൊരു സ്പെഷ്യാലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 2 അക്കൗണ്ട് വരയ്ക്കണം. ഒന്ന് കൺസോളിഡേറ്റഡ് ജോബ് അക്കൗണ്ടും മറ്റൊന്ന് കൺസോളിഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. കൺസോളിഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ് എന്നുണ്ട്, ഞാൻ ജോബ് അക്കൗണ്ട് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ മെറ്റീരിയൽസ് എഴുതുക. ആദ്യം എക്സ്പെൻസൊക്കെ, ഇവിടെ എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ, അക്കൗണ്ട് അല്ലേ. അപ്പോൾ ടു മെറ്റീരിയൽസ് എഴുതുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് കൺസ്യൂംഡ് എമൗണ്ടാണ് ഇവിടേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇന്നർ കോളത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം. നമുക്ക് തന്നിട്ടുള്ള 80,000 ആണ് സ്റ്റോറിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ളത്.
ബാക്കി അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാരണം കൊണ്ട് ആ 80,000 ഇവിടെ എഴുതുക. 80,000 രൂപയാണ് നമുക്ക് സ്റ്റോറിൽ നിന്ന് സപ്ലൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ പറയുന്നുണ്ട് മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ് ട്രാൻസ്ഫേർഡ് ട്രാൻസ്ഫേർഡ് 1,000 റുപ്പീസിൻ്റെ മെറ്റീരിയൽസ് ആണ്. കുറയ്ക്കുമ്പോൾ 79,000. ലെസ് റിട്ടേൺ ടു സ്റ്റോർ ഏറ്റവും താഴെയായിട്ട് ലാസ്റ്റായിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെസ് ഞാൻ റിട്ടേൺസ് മാത്രമേ എഴുതുന്നുള്ളൂ. എത്രയാണ്? 500. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. 500. അടുത്ത വേജസ് നമ്മൾ അവിടെ എഴുതുന്ന പോലെ തന്നെ ഐറ്റംസ് എഴുതുക. വേജസ് 92,000. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. വേജസ് കഴിഞ്ഞാൽ അടുത്തത് ചാർജബിൾ എക്സ്പെൻസസ്. ചാർജബിൾ എക്സ്പെൻസസ് 15,000. then അടുത്തത് ഫാക്ടറി ഓവർഹെഡ്സ്. അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റ് എഴുതണമെന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ വർക്ക്സ് കോസ്റ്റ് എഴുതിയാലും മതി. അടുത്ത ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 80% ഓഫ് വേജസ് ആണ്. അപ്പോൾ വേജസ് 92,000 ആണ്. 92,000 ഇൻറ്റു 80/100 92,000 80%. അപ്പോൾ 73,600. 73,600. അപ്പോൾ ഇവിടെ 0 0 നമുക്ക് 1 ബാക്കി 1 8 10 12 19 ബാക്കി 1 10 12 20 25 2,59,100. ഇതാണ് വർക്ക്സ് കോസ്റ്റ്. ഇനി ഇവിടെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് എഴുതി ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പ്രൈം കോസ്റ്റ് ഒരു ഫിഗർ അവിടെ പ്രൈം കോസ്റ്റ് എന്ന് എഴുതി അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് എഴുതി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. അടുത്തത് by administration to administration overheads. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 25% ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. ഇതിൻ്റെ 25%. അപ്പോൾ 2
59 100 ഇൻറ്റു 25/100. 259 100ൻ്റെ 25%. അപ്പോൾ 64,775. 64,775. അപ്പം 3,23,875. ഇതിനെ ടോട്ടൽ കോസ്റ്റ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ, അതായത് സെയിൽസ് പോലെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടോ നോക്കാം. The value of exhausted jobs during 2019 was rupees 3,80,000. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 3,80,000 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ സെയിൽസ് പോലെ നമുക്ക് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് $3,80,000, ഇവിടെ 3,80,000 ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടുത്തെ എമൗണ്ടാണ് ഞാൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ P&L അക്കൗണ്ടാണ് വരുന്നത് 56,125. ഇവിടെ ഇതാണ് ബാലൻസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് വേറെയാണ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരിക 3,80,000. അത് നമ്മൾ എഴുതുക ബൈ കസ്റ്റമേഴ്സ് അക്കൗണ്ടാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ടോട്ടൽ വാല്യൂ 3,80,000 രൂപ കണ്ടിട്ട് നമ്മൾ ഈ എമൗണ്ട് കസ്റ്റമേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തു. സെയിൽസ് ടോട്ടൽ വാല്യൂ തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് എഴുതി. അപ്പോൾ ഇതിനിടയിൽ മറ്റേ പ്രൈം കോസ്റ്റ് എഴുതിയോണ്ട് തെറ്റില്ല കേട്ടോ. ഇതാണ് ഒരു ടൈപ്പ്. ഇത് അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല, 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ജോബ് അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് കൺസോളിഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ കൺസോളിഡേറ്റഡ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ കൺസോളിഡേറ്റഡ് കംപ്ലീറ്റഡ് ജോബ് അക്കൗണ്ട് ആയിരുന്നു കേട്ടോ. ആദ്യം എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. ആദ്യത്തെ എക്സ്പെൻസ് ടു റോ മെറ്റീരിയൽസ്. ഇവിടെയും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്നർ കോളത്തിൽ എഴുതുക ആദ്യം, അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാരണം കൊണ്ട്. എമൗണ്ട് 30,000 ആണ്. ഇനി എന്ത് ചെയ്യാം?
ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ്സാണ്. രണ്ടിനും അതേ ഹെഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റഡ് ജോബിൽ നിന്ന് 1000 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് വേണ്ടത്. അപ്പോൾ കംപ്ലീറ്റഡ് ജോബിൽ നിന്ന് കുറയ്ക്കുകയും ഇവിടെ കൂട്ടുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ റോ മെറ്റീരിയൽസ് നമ്മൾ കംപ്ലീറ്റഡ് ജോബിൽ എഴുതിയിട്ട് അവിടെ നിന്ന് ലെസ് ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതിയിട്ട് 1000 രൂപ കുറച്ചു. ഇവിടെ എന്ത് ചെയ്യണം? ആ ട്രാൻസ്ഫർ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ആഡാണ് വേണ്ടത് കേട്ടോ. ആഡ് ട്രാൻസ്ഫർ ഫ്രം, ചെറുതാക്കിയിട്ട് എഴുതണം കേട്ടോ. ട്രാൻസ്ഫർ ഫ്രം ജോബ്, ജോബിൽ നിന്ന് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ട് എഴുതാനാണ്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇവിടെ തൽക്കാലം ഇല്ല. അപ്പോൾ 31,000. ഇനി അടുത്തത് വേജസ് ഉണ്ടോ? ഉണ്ട്. വേജസ് ടു വേജസ്. വേജസ് എത്രയാണ്? ടു വേജസ് 35,000. അടുത്ത ചാർജബിൾ എക്സ്പെൻസസ്, അതിലൊന്നും മാറ്റില്ല. Chargeable expenses 5,000. അടുത്ത ഫാക്ടറി ഓവർ ഹെഡ്സ്, അതിലൊന്നും മാറ്റില്ല. നേരത്തെ പറഞ്ഞ അതേ പെർസെൻറ്റേജുകളൊക്കെ തന്നെയാണ് എടുക്കേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 80% ഓഫ് വേജസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വേജസ് നോക്കുക, 35,000 ആണ്. $35,000 × 80/100, 35,000-ൻ്റെ 80%. അപ്പോൾ അവിടെ 28,000 വരും. അടുത്തത് വേറെ എക്സ്പെൻസ് ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്. അത് വർക്ക് കോസ്റ്റിന് ശേഷമാണ്. വേറെ എക്സ്പെൻസുകളൊന്നുമില്ല. $99,000. ഇതാണ് വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുകൂടി എന്ത് ആഡ് ചെയ്യുക? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക. ഇവിടെ ആഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല.
അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് പറഞ്ഞിട്ടുള്ള നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ടെക്നിക്ക് തന്നെയാണ്. 25% ഓഫ് ഫാക്ടറി കോസ്റ്റാണ്. ഫാക്ടറി കോസ്റ്റ് എന്ന് വർക്ക്സ് കോസ്റ്റ് തന്നെ. അപ്പോൾ 99,000 25% എന്ന് പറയുമ്പോൾ 24,750. 24,750. അപ്പോൾ നമുക്കിവിടെ ഒന്ന് 23,750. ഒന്ന് അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഒന്നും വരില്ല, കാരണം ഇത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് ടോട്ടൽ എക്സ്പെൻസ് ആയപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഇത് എവിടേക്കും ട്രാൻസ്ഫർ ചെയ്യാനില്ല. ഇത് സാധാരണ അക്കൗണ്ടുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് ബാലൻസ് ചെയ്ത് വെക്കുക. അത്രയേ വേണ്ടൂ. ബാലൻസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ബാലൻസിങ് ഫിഗർ വരും. ബാലൻസ് കാര്യമുണ്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അക്കൗണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ വരും. അക്കൗണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നേരത്തെ എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മളിവിടെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സ്ട്രക്ചറിൽ തന്നെ പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ്പെൻസുകളൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൈം കോസ്റ്റ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് ഡെബിറ്റ് ചെയ്ത് പോകണം. പിന്നെ ഇവിടെ പല കുട്ടികളും സംശയം ചോദിക്കും, എന്തിനാ ഈ പ്രൈം കോസ്റ്റ് ഇല്ലാതെ വർക്ക്സ് കോസ്റ്റ് കണ്ടതെന്ന് സംശയം ചോദിക്കും. വർക്ക്സ് കോസ്റ്റ് കാണുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കാണുന്നതിനുള്ളൊരു ടെക്നിക്കായിട്ട് മാത്രമാണ്. കാരണം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് വർക്ക്സ് കോസ്റ്റിൻ്റെ മുകളിലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക്സ് കോസ്റ്റ് അവിടെ കൂട്ടിയിടുന്നത്. അല്ലാതെ വലിയ പ്രാധാന്യം അതല്ലെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് അതിനില്ല. പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഇപ്പോൾ പല ക്വസ്റ്റ്യനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫാക്ടറിയിലെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ പറയും. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെയാണ് കോസ്റ്റ് ഷീറ്റ് ശരിക്കും വരയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് അവിടെ ചെയ്യുന്നത്, എവിടെ പ്രൊഡക്ഷൻ അക്കൗണ്ടുകളിലൊക്കെ ചെയ്യുന്നു. ഇതിപ്പോൾ നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റ് വരച്ചതിന് ശേഷം ഒരു അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അത് കൺസോളിഡേറ്റഡ് അക്കൗണ്ടാണ്. അത് കംപ്ലീറ്റഡ് ജോബിനും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിനും വരയ്ക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇത്തരം ക്വസ്റ്റ്യൻസിനേക്കാൾ സാധ്യത പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് വരുന്നതാണ്. അത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും അവേഴ്സും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത്രയേ ഉള്ളൂ. പക്ഷേ ചെയ്യാൻ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതെന്ത് ചെയ്യാൻ സാധിക്കും, അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ജോബ് കോസ്റ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചെയ്തു. സാധാരണ റെഗുലർ ക്ലാസ്സിലൊക്കെ 2 ക്വസ്റ്റ്യനേ ചെയ്യുള്ളൂ, ബാക്കി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോൾ 2-4 ക്വസ്റ്റ്യൻ ആയി. 6 ക്വസ്റ്റ്യന് പറ്റുമായെന്ന് തോന്നുന്നു. എന്തായാലും ജോബ് കോസ്റ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.